ലഹരി കച്ചവടത്തിന് CPM നഗരസഭാ ചെയർപേഴ്സൺ കൂട്ടുനിൽക്കുന്നുവെന്ന് പാർട്ടി കൗൺസിലറുടെ ആരോപണം. പത്തനംതിട്ട അടൂർ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റെജി മുഹമ്മദിനെതിരെ കൗൺസിലർ റോണി പാണംതുണ്ടിലാണ് ആരോപണം ഉന്നയിച്ചത്. CPM കൗൺസിലർമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റോണി ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തായി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് നഗരസഭാ ചെയർപേഴ്സന്റെ പ്രതികരണം. നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ റെജി മുഹമ്മദ് CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. ആരോപണമുന്നയിച്ച റോണി പാണംതുണ്ടിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവും. CPM കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സണെതിരെ റോണി പാണംതുണ്ടിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെ. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, അടൂർ നഗരത്തിൽ താങ്കളുമായിട്ട് ചേർന്ന് നിൽക്കാത്ത അല്ലെങ്കിൽ താങ്കൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ താങ്കളുടെ പരിധിയിലെത്താൻ വേണ്ടി താങ്കൾ പൊളിപ്പിക്കൽ നാടകം ചില ആൾക്കാരെ മുന്നിൽ നിർത്തി ചെയ്തിട്ടുണ്ടായി. നിങ്ങൾക്ക് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയോടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രീകരിച്ച് വിൽക്കുന്ന അടൂർ ടൗണിൽ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ചെയർപേഴ്സന്റെ ശിങ്കടിമാരുമാണ്. മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കള് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ, വനിതാ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ മയക്കുമരുന്നുകാർക്ക് വേണ്ടി ഒരു കട തുറന്നു കൊടുത്ത് നിൽക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുക. അതിനെടുക്കാനുള്ള ധൈര്യം ലൈസൻസ് വരെ ഒപ്പിച്ചു കൊടുത്തതിൽ താങ്കൾക്ക് പങ്കുണ്ട്. അതേസമയം നഗരസഭാ ചെയർപേഴ്സൺ ആരോപണങ്ങൾ തള്ളി. അതുവരെ ഞാൻ അറിഞ്ഞില്ല. കാരണം രാവിലെ തൊട്ടിപ്പം മാർച്ച് 31 വരെ നമ്മുടെ പദ്ധതികളുടെ എക്സ്പെൻഡിച്ചർ ആക്കാനും എല്ലാം ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന സമയമാണ്. അപ്പോൾ രാത്രി ചെന്ന് കഴിഞ്ഞാലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളും പൊതുവായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ രാത്രിയിലും ചില സമയം ഉണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്കിൽ കയറുന്ന ഒരു വ്യക്തിയാണ്. നഗരസഭയെ പ്രതിക്കൂട്ടിലാക്കി CPM കൗൺസിലറുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി എത്തി. അല്ലാതെ എന്താണ് വിഷയം പോലും എനിക്കിപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോഴും പറയാൻ അറിയില്ല. ഞാൻ എന്തിനെ ബേസ് ചെയ്താൽ പറയുന്നത്? മയക്കുമരുന്നിന് ഒരിക്കൽ പോലും ആരെങ്കിലും ഈ വന്ന കാലത്ത് കൂടും. ഞാൻ ഈ 2 മക്കളുടെ അമ്മയാണ്. ഇതിലെല്ലാം ഉപരി ഞാൻ 2010 മുതൽ ജനപ്രതിനിധിയാണ്. അന്നും ഞാനൊരു അധ്യാപികയും കൂടിയാണ്. അധ്യാപിക ഒരിക്കലും സമൂഹത്തിനെ മോശമായ രീതിയിലേക്ക് പോകാൻ നമുക്ക് അങ്ങനെ മനസ്സിൽ പോലും ചിന്തയില്ല. പിന്നെ എന്താണ് ആ പറയുന്ന കൗൺസിലർക്കുണ്ടായ ഒരു ഇതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തിരക്കട്ടെ, എന്താണെന്നുള്ളത് അന്വേഷിച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നഗരസഭയ്ക്കെതിരെ പാർട്ടി കൗൺസിലർ തന്നെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് CPMനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.